നമസ്കാരം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? COVID-19 എന്ന പാൻഡമിക് നമ്മളെല്ലാവരെയും വല്ലാത്തൊരു ആശങ്കയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്, നമ്മൾ സ്കൂളിലെ അവസാന വർഷം. സ്കൂൾ മിസ്സാവുന്നു, ക്ലാസ്സുകൾ മിസ്സാവുന്നു. പക്ഷേ ഇത്തരം കാലഘട്ടങ്ങൾ നമ്മുടെ ഹിസ്റ്ററി നോക്കിയാൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ധാരാളം പാൻഡമിക്സ് ഇതിനു മുമ്പും നമ്മൾ ഇപ്പോഴാണ് പാൻഡമിക്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും ഇതുപോലുള്ള ധാരാളം പാൻഡമിക്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് തന്നെ അതിനെയൊക്കെ തുരത്താൻ അല്ലെങ്കിൽ അത്തരം രോഗങ്ങളെ തുടച്ചു നീക്കാൻ തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സയൻസ്. അപ്പോൾ സയൻസിലെ അത്രയേറെ പുരോഗമനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ശാസ്ത്ര മേഖലയിൽ നമുക്കുണ്ടായ പുരോഗമനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം പാൻഡമിക്സിന് പ്രതിരോധ ശേഷിയുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള മെഡിസിൻസും മറ്റുമൊക്കെ കണ്ടെത്തിയതായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. COVID-19 കേസിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അവസാന പരീക്ഷണ ഘട്ടങ്ങളിലാണെന്നും മറ്റുമൊക്കെ ഇപ്പോൾ നമ്മൾ വിശദമായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ കാലവും കടന്നു പോകും തീർച്ചയായിട്ടും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന അത്രയും വികസനം നമ്മുടെ സയൻസ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സംഭാവനകൾ ധാരാളമായിട്ട് ഒരുപക്ഷെ മനുഷ്യൻ കണ്ടതിൽ ഏറ്റവും പുരോഗമനപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ഇനി നമ്മൾ പുതിയ ചാപ്റ്ററിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലെ 9ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ അധ്യായം ബോട്ടണിയിലെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് ബയോടെക്നോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ബയോടെക്നോളജി എന്താണ്, അതിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബയോടെക്നോളജി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്കാണ്. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ ബയോടെക്നോളജി എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ വി ഡിഫൈൻ ബയോടെക്നോളജി, അല്ലെങ്കിൽ എന്താണ് ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. Biotechnology deals with techniques of using live organisms or enzymes from organisms to produce products and processes useful to humans. അങ്ങനെയാണ് ബയോടെക്നോളജിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. എന്താണത്? ഡീൽസ് വിത്ത് ദ ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ്. ബയോടെക്നോളജി എന്ന വേർഡിൽ തന്നെ ഇറ്റ് കംസ് ഫ്രം 2 words. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 words, ബയോളജി ആൻഡ് ടെക്നോളജി. ബയോളജി it deals with the living organisms. ജീവനുള്ള ലൈവായിട്ടുള്ളൊരു ഓർഗനിസത്തെയോ അല്ലെങ്കിൽ ആ ഓർഗനിസത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു എൻസൈമോ ഉപയോഗിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകളോ പ്രോസസ്സുകളോ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്ര മേഖലയാണ് ബയോടെക്നോളജി. സോ ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ലിവിങ് ഓർഗനിസംസ്. ലിവിങ് ഓർഗനിസത്തെ ഉപയോഗിക്കുക. സാധാരണ മൈക്രോ ഓർഗനിസം ആണ് ബയോടെക്നോളജിയിലെ ലൈവ് ഓർഗനിസം ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത്തരത്തിൽ വളരെ സൂക്ഷ്മജീവികളിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്ന എൻസൈമുകളോ അല്ലെങ്കിൽ ആ ജീവികളെയോ ഉപയോഗിച്ച് മനുഷ്യ നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകളെയോ പ്രോസസ്സുകളെയോ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന വിദ്യയാണ് അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യയാണ് ബയോടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആരാണ് ആദ്യമായിട്ട് ഈ ബയോടെക്നോളജി എന്ന ടേം കോയിൻ ചെയ്തതെന്ന് അറിയോ? ആരാണ് ഇങ്ങനെ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്? കാൾ റിക്കി എന്ന ഹംഗേറിയൻ എഞ്ചിനീയർ. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു കോയിൻഡ് ദ ടേം biotechnology, and the term means that the production of products from raw materials with the aid of living organism. ജീവികളുടെ സഹായത്തോടു കൂടി ചില
ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ എന്നുള്ള മീനിങ്ങിലാണ് കാൾ റെക്കി എന്ന ഹംഗേറിയൻ എഞ്ചിനീയർ ആദ്യമായിട്ട് ബയോടെക്നോളജി എന്ന പദം ഉപയോഗിച്ചത്. ബയോടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു ധാരാളം സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ സയൻസിൻ്റെ പുരോഗമന വേളയിൽ ഏറ്റവും പ്രബലമെന്ന് പറയാവുന്ന ഒരു ശാസ്ത്ര മേഖലയായിട്ട് ഇന്ന് ബയോടെക്നോളജി മാറിയിട്ടുണ്ട്. ഇത് വളരെ റീസെൻ്റായിട്ട് തുടങ്ങിയ ഒരു സയൻസാണോ, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണോ? അല്ല. ബയോടെക്നോളജിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യൻ എന്നാണോ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ തന്നെ, ഏകദേശം അതിനോടടുത്തുള്ള കാലഘട്ടത്തിൽ തന്നെ ബയോടെക്നോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. മനുഷ്യൻ്റെ അത്രയും തന്നെ പഴക്കം ബയോടെക്നോളജിക്കുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് മനുഷ്യൻ ബയോടെക്നോളജി ഉപയോഗിച്ചിരുന്നത് ഏത് രീതിയിലാണ്? ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ്, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 types. One is the traditional biotechnology or the old biotechnology. എന്താണ് ട്രഡീഷണൽ ബയോടെക്നോളജി? കിച്ചൺ ടെക്നോളജി ഡെവലപ്ഡ് ബൈ അവർ ആൻസിസ്റ്റേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ അടുക്കളകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്ന സാങ്കേതിക വിദ്യ. അവിടെ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ നാച്ചുറൽ കപ്പാസിറ്റീസാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്താണ് അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബയോടെക്നോളജിക്കൽ ആസ്പെക്റ്റുകൾ? നമ്മൾ പാല് പുളിപ്പിച്ചിട്ട് പാലിനകത്ത് തൈര് ഒഴിച്ച് കഴിയുമ്പോൾ അത് പിറ്റേ ദിവസം തൈരായിട്ട് കിട്ടും നമുക്ക്. ആ തൈരിലുള്ളത് വളരെ ചെറിയ ബാക്ടീരിയകളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ബാക്ടീരിയകളുടെ സഹായത്തോടെ പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ബയോടെക്നോളജി. അവിടെ നമ്മൾ എന്തിനെ ഉപയോഗിച്ചത്? നമ്മൾ പാലിനെ തൈരാക്കാൻ കഴിയുന്ന ബാക്ടീരിയയുടെ കഴിവിനെയാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. സോ പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഇസ് എ ബെറ്റർ എക്സാമ്പിൾ ഫോർ ട്രഡീഷണൽ ബയോടെക്നോളജി. വിനിഗർ, നാച്ചുറലായിട്ട് വിനിഗർ ഉണ്ടാക്കുന്നത്. ആൽക്കഹോളിക് ബിവറേജസ്, വൈൻ പോലെയുള്ള ആൽക്കഹോളിക് ബിവറേജസിൻ്റെ പ്രൊഡക്ഷൻ, ഇതിന് നമ്മളെ സഹായിക്കുന്നത് വളരെ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ആസ്പെർജില്ലസ് പോലുള്ള ഫംഗസുകളെ ഉപയോഗിച്ചിട്ട് സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തു. മൈക്രോ ഓർഗാനിസത്തിൻ്റെ നാച്ചുറൽ കപ്പാസിറ്റിയാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത്. ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷൻ, ഇതൊന്നും വളരെ റീസെൻ്റായ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതല്ല. മനുഷ്യൻ ഏകദേശം ജീവിതം ഭൂമിയിൽ ഉറപ്പിച്ച സമയത്ത് തന്നെ തുടങ്ങിയ ബയോടെക്നോളജിക്കൽ ആസ്പെക്റ്റുകളാണിത്. ഇവിടെയൊക്കെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെയാണ് ഉപയോഗിച്ചത്. സോ ദിസ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ട്രഡീഷണൽ ഓൾഡ് ബയോടെക്നോളജി. ദെൻ രണ്ടാമത്തെ വിഭാഗം മോഡേൺ ബയോടെക്നോളജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണൽ ബയോടെക്നോളജിയിൽ വി യൂസ് ദ നാച്ചുറൽ കപ്പാസിറ്റീസ് ഓഫ് ദ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൽ ഒരു മോഡിഫിക്കേഷനും വരുത്താതെ ആ ജീവിക്ക് സ്വതവേ ഉള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ട് മനുഷ്യ നന്മയ്ക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ട്രഡീഷണൽ ബയോടെക്നോളജിയിൽ ചെയ്തതെങ്കിൽ, മോഡേൺ ബയോടെക്നോളജി വന്നപ്പോൾ വി യൂസ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ടു അച്ചീവ് ദ പ്രോഡക്ട്സ് ഓൺ ലാർജ് സ്കെയിൽ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റം വരുത്തി, ആ ജീവിയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ശ്രമിച്ചപ്പോഴാണ് അതാണ് മോഡേൺ ബയോടെക്നോളജിക്ക് തുടക്കമായത്. ഇത്തരം നാച്ചുറൽ കപ്പാസിറ്റീസിന് പുറമെ ഓർഗാനിസത്തിൻ്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുകയും അത്തരം ജീവികളെ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് മോഡേൺ ബയോടെക്നോളജി. So modern biotechnology allows the isolation of desired genes from any organism and its transfer and expression in another organism. ഏതെങ്കിലും ഒരു ജീവിയിൽ നമുക്ക് താല്പര്യമുള്ളൊരു ജീനുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ജീവിയിൽ നിന്ന് ആ ജീനിനെ എടുക്കാനും അത് അനുയോജ്യമായ മറ്റൊരു ജീവിയിലേക്ക് സംയോജിപ്പിച്ചിട്ട് ആ ജീവിയെ കൊണ്ട് നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും ശ്രമിക്കുന്നതാണ് മോഡേൺ ബയോടെക്നോളജിയിലെ പ്രത്യേകത. സോ സം പ്രോസസ്സസ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ബയോടെക്നോളജി ആർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ.
ലീഡിങ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റ് ട്യൂബ് ബേബി. എന്താണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ? നിങ്ങൾ സുവോളജിയിൽ ഹ്യൂമൻ ഫെർട്ടിലൈസേഷനൊക്കെ നന്നായി പഠിച്ചതാണ്. ഫീമെയിൽ ബോഡിക്കകത്ത് അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓവിഡക്റ്റിൽ നടക്കേണ്ട ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സിനെ ലബോറട്ടറി കണ്ടീഷൻസിൽ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് എംബ്രിയോ ലബോറട്ടറി കണ്ടീഷൻസിനുള്ളിൽ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അത്തരത്തിൽ ടെസ്റ്റ് ട്യൂബ് ബേബീസിൻ്റെ ജനനം ഇപ്പോൾ വലിയ പുതുമയൊന്നുമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്കറിയാം ടെസ്റ്റ് ട്യൂബ് ബേബീസൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ബയോടെക്നോളജിക്കൽ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാം. മറ്റൊന്ന് സിന്തസൈസിങ് എ ജീൻ ആൻഡ് യൂട്ടിലൈസിങ് ഇറ്റ്. നിങ്ങൾക്കറിയാം ഓരോ വ്യക്തിയിലെയും ഒരു പ്രകട സ്വഭാവത്തിന് കാരണം ആ ജീവിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിലുള്ള ജീനുകളാണ്. അത്തരത്തിലെ ജീനുകളെ ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്യാൻ അവയിലുള്ള ജനറ്റിക് കോഡ് അല്ലെങ്കിൽ കോഡിൻ്റെ സീക്വൻസിങ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അവയെ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യാനും അത് ഉപയോഗിക്കുന്നതിനും ഇപ്പോൾ നമുക്ക് ബയോടെക്നോളജിയുടെ വികസനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് DNA വാക്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ജനിതകപരമായ ഒരു പ്രത്യേകത കൊണ്ടാണ് അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അവയെ അത്തരത്തിലുള്ള ജീനുകളെ മാറ്റി പുതിയത് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള DNA വാക്സിനുകളുടെ ഡെവലപ്മെൻറ്റ്. ഇനി ഡിഫക്റ്റീവായ ജീനുകളെ കറക്റ്റ് ചെയ്യാൻ കഴിയുക. ഇതൊക്കെ തന്നെ ദീസ് ആർ ഓൾ സം പ്രോസസ്സസ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ മോഡേൺ ബയോടെക്നോളജി. സോ let us see what definition is given for biotechnology by European Federation of Biotechnology. European Federation of Biotechnology അഥവാ EFB ബയോടെക്നോളജിക്ക് നൽകുന്ന ഡെഫിനിഷൻ, it is the integration of natural science and organisms, cells, parts thereof, molecular analogues for products and services എന്നാണ്. നാച്ചുറൽ സയൻസിനെ ഒരു ഓർഗനിസം അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ അതിൻ്റെ കോശം അല്ലെങ്കിൽ കോശഭാഗങ്ങൾ അല്ലെങ്കിൽ അതുമായി സദൃശ്യമായ തന്മാത്രകൾ ഇവയോടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബെറ്റർ പ്രോഡക്ട്സും ബെറ്റർ സർവീസസും ലഭ്യമാക്കുന്നതിനെയാണ് ബയോടെക്നോളജി എന്ന് യൂറോപ്യൻ ഫെഡറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കൂ. ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗനിസംസ്, സെൽസ്, parts thereof, molecular analogues for products and services. So we have seen that based on the development of biotechnology, it can be divided into two, that is traditional biotechnology and modern biotechnology. Difference ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ട്രഡീഷണൽ ബയോടെക്നോളജിയിൽ മൈക്രോ ഓർഗനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുടെ നാച്ചുറൽ കപ്പാസിറ്റീസിനെ യൂസ് ചെയ്തിരുന്നപ്പോൾ മോഡേൺ ബയോടെക്നോളജിയിൽ നമ്മുടെ ആവശ്യാനുസരണം ജനിതക മാറ്റം വരുത്തിയ ജീവികളെ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സും പ്രോസസ്സസും ഉൽപ്പാദിപ്പിക്കുന്നതാണ് മോഡേൺ ബയോടെക്നോളജി. അങ്ങനെയാണെങ്കിൽ മോഡേൺ ബയോടെക്നോളജിയിലെ പ്രധാനപ്പെട്ട 2 കോർ ടെക്നിക്കുകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. മോഡേൺ ബയോടെക്നോളജി ഈസ് ബേസ്ഡ് ഓൺ 2 കോർ ടെക്നിക്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന പദം നിങ്ങൾക്ക് വളരെ ഫെമിലിയറാണ്. Genetic engineering deals with the technique to alter the chemistry of genetic material, either DNA or RNA, to introduce these into host organism and thus change the phenotype of the host organism. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഒരു ജീവിയുടെ ജനിതക വസ്തു, നിങ്ങൾക്കറിയാം ഒരു ജീവിയുടെ എല്ലാ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നതിന് ആ ജീവിയുടെ കോശങ്ങളിൽക്കുള്ളിൽ കാണുന്ന ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമുകളിൽ അതിനാവശ്യമായ ജീനുകൾ അടങ്ങിയിട്ടുണ്ട്. അത്തരം ജീനുകളുടെ ഇൻഫ്ലുവൻസിലാണ് അല്ലെങ്കിൽ അത്തരം ജീനുകൾ കാരണമാണ് ഓരോ ജീവിയിലും ഓരോ സ്വഭാവങ്ങളും പ്രകടമാകുന്നത്. ഇത്തരത്തിലുള്ള ജനിതക വസ്തു, ഇറ്റ് ക്യാൻ ഐദർ ബി DNA ഓർ RNA. ആ ജനിതക വസ്തുവിൽ വ്യതിയാനങ്ങൾ വരുത്തുക, നമുക്ക് അനുയോജ്യമായ രീതിയിൽ അവയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അത്തരം മാറ്റമുണ്ടാക്കിയ ജനിതക വസ്തുവിനെ ഒരു ഹോസ്റ്റ് ഓർഗനിസത്തിനുള്ളിലേക്ക്
സന്നിവേശിപ്പിക്കുകയും അത്തരത്തിൽ ആ ഹോസ്റ്റ് ഓർഗനിസത്തിൻ്റെ പ്രകട സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ജനിതക എഞ്ചിനീയറിംഗ്. ഒന്നുകൂടെ ആ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് ദ ടെക്നിക് ടു alter the chemistry of genetic material, DNA or RNA, to introduce these into the host organism and thus change the phenotype of the host organism. So the next one, the second step is bioprocess engineering. So what is bioprocess engineering? The maintenance of sterile ambience, that is contamination-free ambience in chemical engineering processes to enable growth of only the desired microbe or the eukaryotic cell in larger quantities for the manufacture of biotechnological products like antibiotics, vaccines, enzymes, etc. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ ഘട്ടം പറഞ്ഞത് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അവിടെ നമ്മൾ ജനിതക വസ്തുവിൽ മാറ്റം വരുത്തുന്നു എന്നാണ് പറഞ്ഞത്. ബയോടെക്നോളജിയുടെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ലൈവ് ഓർഗനിസത്തിനെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന എൻസൈമുകളെയോ മനുഷ്യ നന്മയ്ക്ക് ആവശ്യമായ പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നതാണ് ബയോടെക്നോളജിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരം ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രക്രിയകൾ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ചെറിയ ജീവികളെ അല്ലെങ്കിൽ മൈക്രോ ഓർഗനിസങ്ങളെ ഉപയോഗിച്ച് ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ് പോലെ നമുക്ക് അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ മനുഷ്യന് വളരെ ആവശ്യമുള്ള പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ മൈക്രോ ഓർഗനിസത്തെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വളരെ പെട്ടെന്ന് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ബയോടെക്നോളജിയുടെ ഒന്നാമത്തെ ഘട്ടമായ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ അത്തരം മാറ്റങ്ങൾ വരുത്തിയ ജീവികളെ അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെറൈൽ ആംബിയൻസ്, സ്റ്റെറൈൽ സറൗണ്ടിങ്സ്, അതായത് കണ്ടാമിനേഷൻ ഇല്ലാത്ത സറൗണ്ടിങ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും അവയെ വലിയ തോതിൽ വളർത്തിയെടുക്കുകയും അങ്ങനെ വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യുന്നതാണ് ബയോടെക്നോളജിയുടെ രണ്ടാമത്തെ ഘട്ടമായ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. സോ these are the two core techniques involved in biotechnology. The first one is genetic engineering, that is altering the chemistry of genetic material, and the second one is bioprocess engineering, where we maintain a sterile ambience for the large scale production of these organisms in order to extract the products we require. Then ഇനി നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കൂടുതലൊന്ന് അറിയാനായിട്ട് ശ്രമിച്ചു നോക്കാം. സോ കഴിഞ്ഞ 3 പാഠങ്ങളിലായിട്ട് ബോട്ടണിയിൽ നമ്മൾ ഡീൽ ചെയ്ത് വന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ് നമ്മൾ പഠിച്ചതാണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലും സെക്ഷുവൽ റീപ്രൊഡക്ഷനിലുമുള്ള പ്രത്യേകതകളൊക്കെ തന്നെ ആ ചാപ്റ്ററുകളിലൂടെ നിങ്ങൾ വിശദമായി പഠിച്ചു. എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനേക്കാൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് അഡ്വാൻറ്റേജസ് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം? അതെ, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ദർ ഇസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വേരിയേഷൻസ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് യുണീക്ക് കോമ്പിനേഷൻസ്, അല്ലേ? വേരിയേഷൻസിനുള്ള ചാൻസ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ കൂടുതലായിരുന്നു. അതിൽ ചിലതൊക്കെ ഉപയോഗപ്രദമായ മാറ്റങ്ങളാവാം, ചിലത് ഉപയോഗമില്ലാത്ത മാറ്റങ്ങളാവാം. എന്നാൽ പോലും ഒരേപോലെയുള്ള ഐഡൻറ്റിക്കൽ ക്ലോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതായിരുന്നു അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ കണ്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഐഡൻറ്റിക്കൽ ക്ലോണുകളെ, അതായത് പാരൻറ്റിൽ നിന്ന് വേരിയേഷൻസ് ഇല്ലാത്ത ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ കണ്ടത് വേരിയേഷൻസ് ലഭ്യമാകുന്നു. എപ്പോഴും ജനറ്റിക് കോമ്പിനേഷൻസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിൽ ചിലത് ഉപയോഗമുള്ളതാവാം, ചിലത് ഉപയോഗമില്ലാത്തതാവാം. എങ്കിലും സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണ്ടത് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു. സാധാരണ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് ഡിസയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ലഭ്യമാകാതെ വരുന്ന സാഹചര്യത്തിലായിരുന്നു ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ്റെ പല സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. അവിടെയും ഒരു പക്ഷേ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ലഭ്യമായിരുന്നു, എന്നാൽ അതിനൊപ്പം തന്നെ അൺഡിസൈറബിൾ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതും മൾട്ടിപ്ലൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്പിലും ഇല്ലായിരുന്നു.
ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനിലോ അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലോ ഇല്ലാത്ത, അതായത് അൺഡിസൈറബിൾ ജീൻസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലാത്ത സാഹചര്യത്തെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മളെ സഹായിക്കും. സോ ഇത്തരം ഈ ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ സഹായിച്ചത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് മാനിപ്പുലേഷൻ ഓഫ് ജീൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആർട്ടിഫിഷ്യൽ സിന്തസിസ്, മോഡിഫിക്കേഷൻ, റിമൂവൽ, addition, repair of DNA to get the desired and useful phenotype. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനേക്കാളും അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സിനേക്കാളും അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകളെ മാത്രം ഒരു ജീവിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മളെ സഹായിക്കുമെന്നാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജീനുകളുടെ ഇമ്പോർട്ടൻസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓരോ ജീവിയിലെയും, നമ്മുടെ എല്ലാ ജീവികളിലെയും, പ്രൊകാരിയോട്ടിക് ആണെങ്കിലും യൂകാരിയോട്ടിക് ജീവികളാണെങ്കിലും ഓരോ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വ്യക്തമായ ജീനുകളുണ്ട്. അല്ലെങ്കിൽ ജീനുകളാണ് നമുക്കുള്ള ഓരോ പ്രകട സ്വഭാവങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ക്രോമസോമുകൾക്കുള്ളിലെ ഇത്തരം ജീനുകൾ എല്ലാം നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ജീനുകളും ഉണ്ടാവും. ഈ ജീനുകളുടെ എക്സ്പ്രഷനാണ് ഒരു സ്വഭാവമായി ഓരോ ജീവിയിലും കാണുന്നത്. ഡിഫക്റ്റീവ് ജീനുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ധാരാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ജനറ്റിക് ഡിസോർഡേഴ്സിന് കാരണമാകുന്നത് ഇത്തരം ഡിഫക്റ്റീവ് ജീനുകളുടെ അല്ലെങ്കിൽ ശരീരത്തിൽ ഉള്ള ഡിഫക്റ്റീവ് ജീനുകളുടെ എക്സ്പ്രഷനാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്റ്റീവ് ജീൻ ശരീരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിക്കഴിഞ്ഞാൽ ജനറ്റിക് ഡിസോർഡർ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു? ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ മാനിപ്പുലേഷൻ ഓഫ് ജീൻസ്. ജീനുകളിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അവിടെ എന്തൊക്കെ ചെയ്യാം? ഇറ്റ് ഇൻക്ലൂഡ്സ് ആർട്ടിഫിഷ്യൽ സിന്തസിസ്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ജീന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നിലവിലുള്ള ജീനിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, നമുക്കൊരു ജീനിനെ മാറ്റണം, ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ നിന്നൊരു ജീനിനെ മാറ്റണമെങ്കിൽ അത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ സാധിക്കും. മറ്റൊന്ന് ആഡ് ചെയ്യണമെങ്കിൽ അഡിഷൻ സാധിക്കും. ആൻഡ് ഓൾസോ ടു റിപ്പയർ ദ DNA. ഓൾറെഡി ഉള്ള DNA-ക്കകത്ത് റിപ്പയർ ആണ് വേണ്ടതെങ്കിൽ അത് ചെയ്യാനും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീനോടൈപ്പുകളെ അല്ലെങ്കിൽ പ്രകട സ്വഭാവമുള്ള ജീവികളെ ഉൽപ്പാദിപ്പിക്കാൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മളെ സഹായിക്കും. സോ ദിസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇസ് often referred to as recombinant DNA technology or rDNA technology. എന്താണ് recombinant DNA technology? പുനഃസംയോജക DNA. എന്താണ് റീകോമ്പിനേഷൻ? രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് പറയുക, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള മാനിപ്പുലേഷനും ജനിതക വസ്തുവിൽ ചെയ്യാനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ സഹായിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമുള്ള ജീനിനെ മറ്റൊരു ജീവിയുടെ ജനിതക വസ്തുവിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ സാധാരണഗതിയിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ rDNA ടെക്നോളജി എന്ന് പറയാറുണ്ട്. Recombinant DNA technology includes the creation of recombinant DNA. പുതുതായിട്ടൊരു പുനഃസംയോജക DNA ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെ മറ്റൊരു ജീവിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ ജീവിയിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 3 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ മാറ്റം വരുത്തിയ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ജീനിനെ മറ്റൊരു ജീവിയുടെ DNA-ക്ക് അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റീകോമ്പിനൻ്റ് DNA ആയി. അത്തരത്തിൽ റീകമ്പൈൻ ചെയ്ത DNA നമ്മൾ ഹൈബ്രിഡ് DNAകളെന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ rDNA എന്ന് പറയും. അതുമല്ലെങ്കിൽ അവയ്ക്ക് മറ്റൊരു പേര് പറയാറുണ്ട്, കൈമറിക് DNA. എന്താണ് കൈമേറ? കൈമേറ എന്നുള്ള പദം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്, അല്ലേ? ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഫയർ സ്പ്രൗട്ടിംഗ് മോൺസ്റ്ററാണ് കൈമേറ. പടം കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലേ? സിംഹം, ആട്, ഒരു പാമ്പ്, ഇതെല്ലാം ചേർന്ന് ഈ 3 ജീവികളുടെയും ശരീരം ചേർന്ന ഒരു മോൺസ്റ്ററിൻ്റെ പടം കണ്ടിട്ടില്ലേ? ഇതാണ് കൈമേറ. സോ വി കോൾ ദ റീകോമ്പിനൻ്റ് DNA, ദ അതർ നെയിം ഇസ് chimeric DNA because it is a combination of
ജീൻസ് ഫ്രം ഡിഫറെൻ്റ് ഓർഗാനിസംസ്, വ്യത്യസ്ത ജീവികളിലെ ജീനുകളെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയിലെ ജീനിനെയും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് അത്തരം ഹൈബ്രിഡ് DNA-ക്ക് നമ്മൾ കൈമറിക് DNA എന്ന് പറയാറുണ്ട്. സോ ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു rDNA അല്ലെങ്കിൽ ഒരു റീകോമ്പിനൻ്റ് DNA ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയാവുന്ന വ്യക്തിയാണ് പോൾബർഗ്. അതുകൊണ്ട് തന്നെയാണ് പോൾബർഗിനെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ ഒരു വൈറൽ DNA ഒരു ബാക്ടീരിയക്കകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ സംഭാവനയ്ക്ക്, ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ ആ സംഭാവനയ്ക്ക് 1980 നൊബേൽ സമ്മാനവും പോൾബർഗിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ബയോടെക്നോളജി എന്താണ്, ബയോടെക്നോളജിയിലെ ഡെഫിനിഷൻ മുതൽ, ബയോടെക്നോളജി ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വി യൂസ് ലൈവ് ഓർഗാനിസംസ് ഓർ ദെയർ പ്രോഡക്ട്സ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് വിച്ച് ആർ യൂസ്ഫുൾ ഫോർ ഹ്യൂമൻ വെൽഫെയർ. നമ്മുടെ മനുഷ്യരാശിക്ക് ആവശ്യമായ പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ശാസ്ത്രമേഖലയിൽ വളരെ വലിയ സംഭാവനകൾ നൽകുന്ന ബയോടെക്നോളജി എന്ന മേഖലയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ബയോടെക്നോളജിയിലെ പ്രധാന വികാസങ്ങൾ വന്ന മോഡേൺ ബയോടെക്നോളജിക്കകത്തുള്ള പ്രധാനപ്പെട്ട 2 കോർ ടെക്നിക്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ ഫസ്റ്റ് വൺ വാസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജിയിലെ പ്രധാന ആസ്പെക്റ്റാണ് ജനിതക ഘടനയിൽ മാറ്റം വരുത്തുക. നമ്മൾ കണ്ടതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലോ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലോ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കുകളിലോ നമുക്ക് ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരുന്നൊരു സൗകര്യം, നമുക്ക് ആവശ്യമുള്ള ജീനുകളുടെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവയുടെ മാത്രം പ്രോഡക്റ്റുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ജീവിയുടെ ജനിതക വസ്തുവിനെ മാറ്റാൻ കഴിയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന ഘട്ടമാണ് ഒന്നാം ഘട്ടം. അത്തരത്തിൽ മാറ്റി കിട്ടിയ അല്ലെങ്കിൽ അത്തരത്തിലൊരു റീകോമ്പിനൻ്റ് DNA ഉണ്ടായിക്കഴിഞ്ഞാൽ ആ DNA ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആതിഥേയ ജീവിയിലേക്ക് ഉൾപ്പെടുത്തുകയും ആ ജീവിയുടെ മൾട്ടിപ്ലിക്കേഷൻ മൂലം നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ആവശ്യമായ അനുയോജ്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന രണ്ടാമത്തെ ഘട്ടമാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ഇത്തരത്തിൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെയും ബയോ പ്രോസസ് എഞ്ചിനീയറിങ്ങിലൂടെയും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന റീകോമ്പിനൻ്റ് DNA കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് നമുക്ക് നോക്കാം. റീകോമ്പിനൻ്റ് DNA ആർ ഫോംഡ് ആർട്ടിഫിഷ്യലി ഡ്യൂറിങ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. ഇപ്പം നമ്മൾ പഠിച്ച കാര്യമാണ് പറഞ്ഞത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കൃത്രിമമായിട്ട് നമുക്ക് അനുയോജ്യമായ ഒരു ജീനിനെ മറ്റൊരു DNA-യുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലാണ് ഒരു rDNA നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA ഫോം ചെയ്യുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് ഇൻ വിച്ച് റീകോമ്പിനൻ്റ് DNA ഈസ് ഫോംഡ് നാച്ചുറലി ഡ്യൂറിങ് മിയോസിസ്? നമ്മൾ കഴിഞ്ഞ വർഷം സെൽ ഡിവിഷൻ പഠിച്ചപ്പോൾ നമ്മൾ വ്യക്തമായി പഠിച്ചൊരു കാര്യമാണ് റീപ്രൊഡക്റ്റീവ് സെല്ലുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ പ്രത്യുൽപാദന അവയവങ്ങളിലെ കോശങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേകതരം സെൽ ഡിവിഷനാണ് മിയോസിസ്. അവിടെ ഒരു റീകോമ്പിനൻ്റ് DNA ഫോം ചെയ്യുന്ന ഒരു ചാൻസ് ഉണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് എന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. മറ്റൊന്ന്, ട്രൈ ടു കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കലാണ് മോഡേൺ ബയോടെക്നോളജിയുടെ പ്രധാനപ്പെട്ട സവിശേഷത. അത്തരത്തിലുള്ള ജീവികളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.